കേരളത്തെ തകർക്കാൻ വിചാരിക്കുന്നവർക്കൊപ്പം ചേർന്ന് പ്രതിപക്ഷം കൈയടിക്കുന്നുവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ജീവാനന്ദം പദ്ധതിക്കെതിരെ ഉയരുന്ന വിമർശനം ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്നത് പോലെയെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. OR കേളു മന്ത്രിയായതോടെ സഭയിൽ മന്ത്രിമാരുടെ കസേരകളിലും മാറ്റം വന്നു. ജീവാനന്ദം പദ്ധതിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ തള്ളിക്കൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. ജീവാനന്ദം നിർബന്ധിത പദ്ധതി അല്ലെന്നും സർക്കാർ ഗ്യാരണ്ടിയിൽ ഇൻഷുറൻസ് ലഭിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നും ബാലഗോപാൽ ചോദിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയേറെ പ്രതിഷേധം അതിന് ഉയർന്നു വന്നതെന്ന് മനസ്സിലായതേ ഇല്ല. കാരണം ജീവനുണ്ടെങ്കിൽ ജീവാനന്ദം നടപ്പിലാക്കില്ല എന്നാണ് പ്രമുഖനായ ഒരു നേതാവിന്റെ പ്രസ്താവനയും പ്രസംഗം കണ്ടത്. ജീവനുണ്ടെങ്കിൽ ആർക്കും ജീവന് ഇത്ര ഒരു ആനുകൂല്യം കൊടുക്കില്ല നമ്മൾ പറയേണ്ട കാര്യം എന്താ? സർ, ഇത് സാധാരണ ആളുകളെ സഹായിക്കാൻ പറ്റുന്നൊരു പദ്ധതി. ശമ്പളവും ക്ഷാമബദ്ധയും മുടങ്ങിയ ജീവനക്കാർക്ക് പദ്ധതിയിൽ സംശയമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വീണ്ടും അവരുടെ കയ്യിലുള്ള വരുമാനം എടുത്ത് ഗവൺമെന്റിന് വേസ്റ്റ് ആൻഡ് മീൻസിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അങ്ങ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ്, നിങ്ങളത് തിരുത്തുമെന്ന് പറഞ്ഞ് വന്നവരാണ്. 8 വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല? CPIയുടെ ജോയിന്റ് കൗൺസിലിൽ സുപ്രീം കോടതി പോകേണ്ടി വന്നു അതിന്റെ ഒരു കോപ്പി കിട്ടാൻ. ഈ പഠനം നടത്തിയ കമ്മീഷന്റെ കോപ്പി കിട്ടാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൗൺസിലിന്. സാർ, ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും. അതേസമയം OR കേളു മന്ത്രിയായതോടെ നിയമസഭയിൽ മന്ത്രിമാരുടെ സീറ്റുകളിൽ മാറ്റമുണ്ടായി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ K. രാധാകൃഷ്ണൻ ഇരുന്ന സീറ്റിൽ രണ്ടാമനായും റവന്യൂ മന്ത്രി K. രാജൻ മൂന്നാമനായും മാറി. രണ്ടാം നിരയിൽ മന്ത്രി J. ചിഞ്ചുറാണിക്കൊപ്പമാണ് OR കേളുവിന്റെ സ്ഥാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.